നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ CSKയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗ് പടിയിറങ്ങി. പകരം ആര് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അദ്ദേഹം CSKയുടെ പരിശീലക സ്ഥാനത്ത് മാത്രമല്ല, ടെക്സാസ് സൂപ്പർ കിങ്സിൻ്റെയും ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെയും ഒക്കെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്. അതായത് സൂപ്പർ കിങ്സ് ഫാമിലിയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും പടിയിറങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ചോദ്യം ഇതാണ്, CSKയുടെ കോച്ചായിട്ട് ഇനി ആര് വരും? സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. CSKയുടെ കോച്ചിങ് സ്ഥാനത്തേക്ക് കുറച്ച് പരിശീലകരെ എന്തായാലും പരിഗണിക്കുന്നുണ്ട്. അതിലിപ്പം ഹേമങ് ബദാനിയുണ്ട്. ഹേമങ് ബദാനിയെ അവർ പരിഗണിക്കുന്നു. എല്ലാ ക്രിക്കറ്റിംഗ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർമർ ഇന്ത്യ ക്രിക്കറ്റർ ഹേമങ് ബദാനി, ഹെഡ് കോച്ച് ഓഫ് ഡൽഹി ക്യാപിറ്റൽസ് ഫോർ ദി ലാസ്റ്റ് 2 സീസൺസ്, ഈസ് ഇൻ റണ്ണിംഗ് ടു ജോയിൻ ദി CSK സെറ്റപ്പ് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. DCയുടെ കോച്ചായിട്ട് ഹേമങ് ബദാനി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 സീസണുകളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. നമുക്കറിയാലോ, അദ്ദേഹം 2025-ലും 26 സീസണിലും അവരുടെ കോച്ചായിട്ട് ടീം എത്തിയിട്ടുണ്ടായിരുന്ന 5-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തുമാണ്. പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നാരോലി മിസ്ഡാണ് പ്ലേ ഓഫ്. ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ CSKയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സൂചനകളെന്ന് സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്ലെമിംഗ് CSKയിൽ ഏതാണ്ട് 2 വർഷക്കാലം, 2 ഡെക്കേഡായിട്ട്, 2 പതിറ്റാണ്ട് കാലമായിട്ട് പരിശീലകനായിട്ട് നിന്നതാണ്. നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 IPL കിരീടങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നു. ഏതായാലും CSKയുടെ പുതിയ കോച്ചിനെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു. അതോടൊപ്പം ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസ് കൂടി നടന്നിട്ടുണ്ട് എന്ന് സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം രുദ്രാജ് ഗെയ്ക്വാദിൻ്റെ ക്യാപ്റ്റൻസി തെറിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. പുതിയ കോച്ച് വരുമ്പോൾ എന്ത് തരത്തിലുള്ള തീരുമാനമാവും എടുക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജുവിനെ പോലെയുള്ള താരം അവിടെയുണ്ട്. സോ ക്യാപ്റ്റൻസിയിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ ചില ട്രേഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് ആരാണ് എന്നുള്ളത് വ്യക്തമല്ല. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ CSKക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.